ഈ കഴിഞ്ഞ 25 കൊല്ലത്തിനിടയിൽ പരിഷത്ത് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. പിന്നെ ഈ പരിഷത്തിൻ്റെ ദൃശ്യത കുറഞ്ഞതിനോടൊപ്പം തന്നെ പരിഷത്തിൻ്റെ ദൃശ്യത കുറയുന്നതിന് വേറെ പലതിൻ്റെയും ദൃശ്യത കൂടിയതൊരു കാരണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ശാസ്ത്രം വലിയ വെല്ലുവിളികൾ നേരിടുന്നൊരു സമയം കൂടിയാണിത്. ഇപ്പോൾ പിന്നെ ജാതി മത വിശ്വാസങ്ങളുടെയും അതിൻ്റെ ചുറ്റുമുള്ള രാഷ്ട്രീയത്തിൻ്റെയൊക്കെ സ്വാധീനം കഴിഞ്ഞ 1-2 ദശകത്തിനിടയിൽ കൂടിയിട്ടുണ്ട് കേരളത്തിലടക്കം. അവരുപയോഗിക്കുന്ന തന്ത്രങ്ങളും രീതികളും വലിയ സ്വാധീനം ജനങ്ങളുടെ ഇടയിലും ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ മാത്രമല്ലല്ലോ പ്രവർത്തിക്കുന്നത് സമൂഹത്തിൽ. അപ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ പിന്നെ എതിരായി പ്രവർത്തിക്കുന്നവരുടെ ശക്തി വേണ്ടത്ര കണക്കിലെടുക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ അത് നമ്മുടെ ശക്തിയേക്കാൾ വളരെ കൂടിയതൊക്കെ കാരണമായിരിക്കും. ഇപ്പോൾ എതിർ രാഷ്ട്രീയം വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ എന്താ പറയുക ജാതി മത ശക്തികളുടെയൊക്കെ സ്വാധീനം സമൂഹത്തിൽ കൂടുന്നതിന് ഇടയായിട്ടുണ്ട്. അതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള വേണ്ടത്ര പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ തന്നെ ഉള്ളിൽ തന്നെ വിമർശനമാണ്. അപ്പോൾ നമ്മൾ പരമാവധി അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉള്ള വലിയൊരു ജാഥ നടത്തുന്നുണ്ടായി. നല്ല ജനപിന്തുണയുണ്ടായിരുന്നു അത്. പക്ഷെ അതോടൊപ്പം തന്നെ അതിന് ബദലായിട്ടുള്ള തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള പിന്നെ പ്രവർത്തനത്തിലെ പ്രാദേശിക പ്രവർത്തനങ്ങളിലൂടെയും ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നുകൊണ്ടും ഇടപെട്ടുകൊണ്ടും പുതിയ ശൈലികൾ ആവിഷ്കരിച്ചുകൊണ്ടും യുവാക്കളെ ആകർഷിച്ചുകൊണ്ടും ഒക്കെ തന്നെ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൽ വേണ്ടത്ര വിജയം കൈവരിച്ചു എന്ന് പറയാൻ കഴിയില്ല. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനം, ബാലവേദികൾ വളരെ വ്യാപകമായിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയിലും ബാലവേദിയുണ്ട്. ഇപ്പോൾ വളരെ പിന്നെ എന്താ പറയുക ജാതി മതവാദങ്ങൾ ഉയർത്തുന്നവരുടെയൊക്കെ ബാലവേദികൾ പ്രവർത്തിക്കാൻ തുടങ്ങി. പണ്ട് പരിഷത്തിൻ്റെ ബാലവേദി വളരെ ശക്തമായി കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിച്ചു. അത് മാത്രമേ ഒരു കുട്ടികളുടെ ഇടയിൽ എഫക്റ്റീവായിട്ടുള്ള. അപ്പോൾ എന്താ കാരണം? കുട്ടികളെ ആകർഷിക്കുന്ന പുതിയ ശൈലിയും പുതിയ രീതിയും വെച്ചുകൊണ്ട് മറ്റാര് പ്രവർത്തിച്ചാലും നമ്മുടെ ഇതിലേക്ക് കുട്ടികൾ വരുന്ന തരത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കണം. കൂടുതൽ ക്രിയേറ്റീവ് ആവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ ക്രിയേറ്റീവായിട്ടുള്ള എലമെൻറ്റുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ബാലവേദികൾ സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു മൂവ്മെൻറ്റ് പരിഷത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു സംഗതിയാണ്. യുവാക്കളുടെ ഇടയിൽ വലിയ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ട് വേണം ഈ ചെറിയൊരു സ്തംഭനാവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് മറികടക്കാൻ. ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്ന് ഈ വർഷം അംഗീകരിച്ചുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകളാണ്. വിദ്യാഭ്യാസ രംഗത്ത് 2 കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം വിദ്യാഭ്യാസ രംഗത്ത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം പല നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനത്തുമാണ് നമ്മൾ. പക്ഷെ ഇതൊക്കെയാണെങ്കിലും വിദ്യാഭ്യാസ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കം തവണ പല പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുന്നു. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ചർച്ചകളുടെയും ആവശ്യമുണ്ട്, പ്രവർത്തനങ്ങളുടെയും ആവശ്യമുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട മേഖലയായിരിക്കും. വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകൾ പരിഷത്തിൻ്റെ അധ്യാപകരുമായിട്ടുള്ള സംവാദങ്ങൾ, പൊതുസമൂഹമായിട്ടുള്ള വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, കേന്ദ്ര വിദ്യാഭ്യാസ നയം ഉണ്ടാക്കാൻ പോകുന്ന കുറേയധികം പ്രശ്നങ്ങൾ, അതൊരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. രണ്ടാമത്തൊരു വലിയ പ്രവർത്തനമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് ബാലവേദികളുടെ വ്യാപനമാണ്. വലിയ തോതിൽ ബാലവേദികളെ വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനം. അത് പണ്ട് വളരെ നന്നായി വരികയും പിന്നെ ഒന്ന് ക്ഷീണിക്കുകയൊക്കെ ചെയ്ത ബാലവേദികൾ പുനരുജ്ജീവിക്കാനും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വലിയ തോതിൽ ബാലവേദി പ്രവർത്തനം സർഗാത്മകമായിട്ട് വികസിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ യുവ സമിതികൾ, പ്രത്യേകിച്ചും ക്യാമ്പസുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള യുവ സമിതികളും ശാസ്ത്ര സംവാദങ്ങളും. ശാസ്ത്രത്തിൽ യുവാക്കൾക്ക് വേണ്ടത്ര താല്പര്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന സമയത്ത് പല സമയത്തും നമുക്ക് താല്പര്യമുള്ളവർ ധാരാളം പേരുണ്ട്. പക്ഷേ യുവാക്കളുടെ ഒരു പൊതു വികാരമായിട്ട് ശാസ്ത്രത്തിലുള്ള താല്പര്യം മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇടക്കാലത്തുണ്ടായിരുന്നു.
അപ്പോൾ അതിന് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള യുവസമിതികൾ സംഘടിപ്പിക്കാനും ക്യാമ്പസിലെ ശാസ്ത്ര യുവ സംവാദങ്ങൾ അതിനുള്ളൊരു പ്രവർത്തനം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ മൊത്തത്തിലെ അവസ്ഥ പോലെ തന്നെ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം ശാസ്ത്രീയ ചിന്താഗതിയിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മളറിയാതെ നമ്മളിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ സ്ഥാനത്തേക്ക് പഴയ അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കയറി വരുന്നുണ്ട്. ഇപ്പം മതവിശ്വാസത്തിൽ നിന്ന് വ്യത്യാസം, ഒരാൾക്ക് മതവിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കാം, അത് പരിശുദ്ധ എതിരൊന്നുമല്ല. പക്ഷേ ഇപ്പോഴും കൂടോത്രമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ വരെ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നതായിട്ട് നമ്മൾ പത്രത്തിൽ വായിക്കുന്നു. മറുഭാഗത്ത് നരബലി നടക്കുന്നതായിട്ട് പത്രത്തിൽ കാണുന്നു. ഒരു ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത ചികിത്സാ രീതികളുടെ പ്രചാരവും പ്രസാരവും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും നമ്മൾ വളരെ പ്രാകൃതമായ വിശ്വാസങ്ങളിലേക്കും വിചാരങ്ങളിലേക്ക് പോകുന്നു. ഇത് മറികടക്കാനുള്ള ഒരേ ഒരു മാർഗം വ്യാപകമായി ശാസ്ത്ര വിഷയങ്ങൾ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പിന്നെ ഗലീലിയോ ഒക്കെ പണ്ട് പറഞ്ഞിരുന്നത് തീൻമേശയിലെ ചർച്ചാ വിഷയമായിട്ട് ശാസ്ത്രം മാറണം. ഇപ്പോഴും ശാസ്ത്രം നമുക്കൊരു വിഷയമായിട്ട് നിൽക്കുകയാണ്. ശാസ്ത്രം പഠിക്കാനുള്ളൊരു വിഷയം അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ളൊരു വിഷയമല്ല, നാം നിത്യജീവിതത്തിലെ പ്രയോഗമായിട്ട് ശാസ്ത്രത്തെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. എവിടെയൊക്കെ അവസരം കിട്ടുന്നുവോ അവിടെയൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങളെ അപഗ്രഥിക്കാനും പിന്നെ നിത്യജീവിത പ്രശ്നങ്ങളിൽ ശാസ്ത്രം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് കാണിക്കാനും ഉള്ള ശ്രമങ്ങൾ നടക്കണം. അത് സംവാദങ്ങളായിരിക്കും, പ്രയോഗങ്ങളായിരിക്കും, വികസന ചർച്ചകളുടെ ഇടപെടലായിരിക്കും, ഒക്കെ അതിന് ഏതൊക്കെ സാധ്യതയുണ്ടോ അത് വലിയ തോതിൽ പ്രയോജനപ്പെടുത്തണം. മാതൃഭാഷയിലെ ശാസ്ത്രം അല്ലെങ്കിൽ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം എന്നതൊക്കെ കേരളത്തിലിപ്പോൾ വിസ്മരിക്കപ്പെടുന്ന മുദ്രാവാക്യങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ പുതിയ കാലത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് ഇംഗ്ലീഷ് മാറിക്കൊണ്ടിരിക്കുക. അത് തെറ്റാണ്. ഇംഗ്ലീഷ് അവഗണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇംഗ്ലീഷ് ഒരു ഭാഷ എന്ന നിലയ്ക്ക് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് തന്നെ. പക്ഷെ അത് മാതൃഭാഷയെ അവഗണിച്ചുകൊണ്ടാവരുത്. അപ്പം മാതൃഭാഷയിൽ വിദ്യാഭ്യാസം എന്നതും മാതൃഭാഷയിൽ ശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പഴയ മുദ്രാവാക്യം പഴയതൊന്നുമല്ല, അതിപ്പോഴും വളരെ പ്രധാനമാണ്. കാരണം അല്ലെങ്കിൽ വിജ്ഞാനം നമ്മുടെ സ്വന്തം തലച്ചോറിൻ്റെ ഭാഗമായിട്ട് മാറില്ല. നമ്മുടെ സ്വന്തം തലച്ചോറ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഭാഷയിലാണ്. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. അതിൻ്റെ പുറകെ വേണ്ടത്ര ശാസ്ത്രമുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനം വീണ്ടും മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ ശാസ്ത്ര പുസ്തകങ്ങളുടെ രംഗത്താണ് പരിഷത്ത് നടത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ വിശദമായിട്ട് പറഞ്ഞില്ല അതിനെപ്പറ്റി. ശാസ്ത്ര പ്രസാധന രംഗത്ത് പരിഷത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ധാരാളം പുസ്തകങ്ങൾ ഇറക്കാനുള്ള പരിപാടി ഇടുന്നുണ്ട്. പുതിയ പുസ്തകങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ശാസ്ത്ര പുസ്തകങ്ങൾ. അപ്പോൾ വ്യാപകമായി എങ്ങനെയൊക്കെയാണ് സാധാരണ ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ വായനശാലകൾ, കേരളത്തിൽ വലിയ തോതിൽ വായനശാല, ഇപ്പോൾ ഗ്രന്ഥശാല സംഘമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഗ്രന്ഥശാലകളിൽ അവരുടെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ശാസ്ത്ര സംവാദങ്ങൾ കൊണ്ടുവരാൻ പറ്റുക, നവമാധ്യമങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഒരു മാധ്യമങ്ങളുടെ മാറ്റം നമുക്ക് കണ്ടില്ലെന്നടിക്കാൻ പറ്റില്ല. പുതിയ തലമുറയിലെ ഭൂരിഭാഗം ആളുകളും അവരുടെ പ്രധാന സംവാദത്തിൻ്റെയും സംവേദനത്തിൻ്റെയും ഒക്കെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണുകളെയും ഒക്കെയാണ്. അതിലേക്ക് ഇഫക്റ്റീവായിട്ട് കടന്നു കയറാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള പുതിയ വഴികൾ അന്വേഷിക്കുക തന്നെ വേണ്ടി വരും. കാരണം നമുക്ക് എത്ര കഴിവുണ്ടായിക്കഴിഞ്ഞാലും നവമാധ്യമ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പുതിയ ജനറേഷനുമായിട്ടും പുതിയ കാലമായിട്ടും സംവദിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ധാരാളം ശ്രമങ്ങൾ നടത്തും. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഡിജിറ്റലൈസേഷനെക്കുറിച്ചും മാസികകൾ എങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യാം, നമ്മുടെ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻസും ഡിജിറ്റൽ പോസ്റ്ററുകളും ഡിജിറ്റൽ മാധ്യമങ്ങളും അതിൻ്റെയൊക്കെ പ്രയോജനത്തെക്കുറിച്ച് വലിയ തോതിലുള്ള വർക്ക്ഷോപ്പുകളും ചർച്ചകളും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ പുതിയ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുക്കുക, കൂടുതൽ സംവദിക്കുക, ക്യാമ്പസുകളുമായിട്ട് കൂടുതൽ അടുക്കുക, കുട്ടികളുമായിട്ട് കൂടുതൽ അടുക്കുക, ഇതൊക്കെയാണ് ഈ കാലത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് ശാസ്ത്രത്തിൻ്റെ രംഗത്ത് സമൂഹത്തെ കൂടുതൽ ശാസ്ത്രവുമായിട്ട് അടുപ്പിക്കാനുള്ള അതൊരു ജീവൻ മരണ പോരാട്ടമാക്കി മാറ്റിയില്ലെങ്കിൽ ആ രംഗത്തേക്ക് കടന്നുകൂടാൻ പാടില്ലാത്ത പലരും കടന്നു വരുന്നത്
സംഭവിക്കുന്നുണ്ട്. അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന രംഗം ഇത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതിൽ പലതും. അപ്പോൾ പണ്ടുള്ളതിനേക്കാൾ കൂടുതലായി, പണ്ട് പലപ്പോഴും ചില സാധനങ്ങൾക്ക് പരിശുദ്ധത്തിന് പറ്റിയിട്ടുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടും ബഹുജന പ്രസ്ഥാനങ്ങളുമായിട്ടും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങളും പരിശുദ്ധത്തിന് പ്ലാൻ ചെയ്യേണ്ടി വരും.